Hello, welcome back. Today we are going to discuss the line by line explanation of the poem Aboriginal Australia written by Jack Davies. Jack Davies was an Australian 20th century Aboriginal playwright, poet, and Aboriginal Australian activist. To the others, you once smiled a friendly smile, said we were kin to one another, thus with guile for a short while became to me a brother. അതേഴ്സ് എന്നുള്ളത് അബോറിജിനൽ ഓസ്ട്രേലിയൻസിനെയാണ് കാണിക്കുന്നത്. യു എന്നുള്ളത് വെസ്റ്റേൺ പീപ്പിളിനെ. ദെൻ പറയുകയാണ് പോയിട്ട്, നിങ്ങൾ അതായത് വെസ്റ്റേൺ പീപ്പിൾ ആദ്യം അബോറിജിനൽസിനോട് വളരെ ഫ്രണ്ട്ലി ആയിട്ട് വന്ന് ചിരിച്ചു. നല്ലൊരു അപ്രോച്ച് ആയിരുന്നു. പിന്നീട് നമ്മളോട് പറഞ്ഞു നമ്മൾ എന്താണ് പരസ്പരം ബന്ധുമിത്രാദികളാണ്, കിൻ ആണ്, മിത്രങ്ങളാണ്. ദസ് വിത്ത് ഗെയിൽ ഫോർ എ ഷോർട്ട് വൈൽ, ഇതൊരു ചെറിയ സമയത്തിനുള്ള ഒരു ഗെയിൽ മാത്രമായിരുന്നു. ഗെയിൽ എന്ന് പറഞ്ഞാൽ കണ്ണിങ്, കുതന്ത്രം മാത്രമായിരുന്നു. എന്തിനു വേണ്ടിയിട്ട്? ബിക്കെയിം ടു മീ, എന്നെ ആക്കി തീർക്കുന്നതിന് വേണ്ടിയിട്ട്. എന്ത്? എ ബ്രദർ, ഒരു ബ്രദർ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് നിങ്ങളോടുമായിട്ട്, അതായത് വെസ്റ്റേൺ പീപ്പിളുമായിട്ട്. മീ എന്നുള്ളത് ഓസ്ട്രേലിയ എന്ന കൺട്രിയാണ് സൂചിപ്പിക്കുന്നത്. ഇനി നമ്മുടെ ടെക്സ്റ്റ് ഒന്ന് നോക്കിക്കേ. Jack Davies' poem Aboriginal Australia records the brutal events that occurred with the indigenous people of Australia in the past. പാസ്റ്റിൽ ഓസ്ട്രേലിയക്ക് അവിടുത്തെ ഇൻഡിജിനസ് പീപ്പിൾ, അവിടുത്തെ അബോറിജിനൽസിന് നേരിടേണ്ടി വന്നിട്ടുള്ള ബ്രൂച്ചലായിട്ടുള്ള ഈവൻസ് ആണ് ഈ ഒരു പോയം റെക്കോർഡ് ചെയ്യുന്നത്. The poet takes readers back to the time when the European colonizers first stepped into their land. ഈ ഒരു പോയിന്റ് നമ്മളെ കൊണ്ടെത്തിക്കുന്നത് യൂറോപ്യൻസ്, വൈറ്റ് പീപ്പിൾ ആദ്യമായിട്ട് ഓസ്ട്രേലിയൻ എന്ന ലാൻഡിൽ എത്തിച്ചേർന്ന ആ ഒരു ദിവസത്തെയാണ്. ഇൻ ദ വെരി ഫസ്റ്റ് ലൈൻ, ഇതിലെ ഫസ്റ്റ് ലൈൻ എന്താണ് നോക്കിക്കേ. ടു ദ അതേഴ്സ്, ദ പോയിറ്റ് ഹിൻസ് അറ്റ് ദ കോൺസെപ്റ്റ് ഓഫ് അതർനെസ് പ്രൊപ്പഗേറ്റഡ് ബൈ ദ കോളനൈസേഴ്സ്. അപ്പോൾ ആദ്യമായിട്ട് ഈ ഒരു അതർനെസ് എന്നുള്ള വേർഡ് പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുള്ളത്, പ്രചരിപ്പിച്ചിട്ടുള്ളത് ആരാണ്? കോളനൈസാണ്. നെക്സ്റ്റ്, ബിഫോർ പ്ലേസിങ് ദെയർ ഫീറ്റ്, അവരുടെ ഫീറ്റ്, അവരുടെ എന്ന് പറയുമ്പോൾ ആരുടേതാണ്? യെസ്, വൈറ്റ് പീപ്പിളിൻ്റെ, വെസ്റ്റേൺ പീപ്പിളിൻ്റെ ഫീറ്റ്. വൺ തിങ് വാസ് ക്ലിയർ ഇൻ ദെയർ മൈൻഡ് ദാറ്റ് ദ അബോറിജിനൽ പീപ്പിൾ വെർ നോട്ട് വൺ ഓഫ് ദം. അവർക്ക് ഒരു കാര്യം നന്നായിട്ടറിയാം, ഒരിക്കലും അബോറിജിനൽ പീപ്പിൾ യൂറോപ്യൻസിനെ പോലെ അല്ല എന്നുള്ളത്, നമ്മിൽ പെട്ടവൾ അല്ല എന്നുള്ളത് അവർക്കറിയാം. ടു ഗെറ്റ് ആക്സസ് ടു ദെയർ റിസോഴ്സ് ദേ ഹാഡ് ടു ഡിവേഴ്സ് എ സ്ട്രാറ്റജി. അതുകൊണ്ട് തന്നെ ഓസ്ട്രേലിയയിലെ റിസോഴ്സൊക്കെ പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട്, ആക്സസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് എന്ത് ചെയ്യണം? ഒരു ഡിവേഴ്സ് എ സ്ട്രാറ്റജി അവർ അങ്ങനെ ഡെവലപ്പ് ചെയ്യുകയാണ്. സോ അതുകൊണ്ട് ദ സ്റ്റാർട്ടഡ് എസ്റ്റാബ്ലിഷിംഗ് റിലേഷൻഷിപ്പ് വിത്ത് ദ അബോറിജിനൽസ് വിത്ത് ദർ ഫേക്ക് ഫ്രണ്ട്ലി സ്മൈൽ. അപ്പോൾ എന്ത് മനസ്സിലായി? ഇവരുടെ മനസ്സിലെ ലക്ഷ്യം എന്താണ്? യൂറോപ്യൻസിൻ്റെ ഓസ്ട്രേലിയയിലെ റിസോഴ്സൊക്കെ എടുക്കുക എന്നുള്ളത്. അങ്ങനെ മൈൻഡിൽ വെച്ചിട്ട് അവർ ഇവരോടുമായിട്ട് നല്ല ഫ്രണ്ട്ലി ആയിട്ട്, അതായത് ഫേക്കായിട്ടുള്ള ഒരു ഫ്രണ്ട്ലി ആയിട്ട് നല്ല രീതിയിൽ ഒരു റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ്. ദേ സെയ്ഡ് ദേ വർ റിലേറ്റഡ് ടു വൺ അനദർ. എന്നിട്ട് അവർ എന്ത് പറഞ്ഞു? നമ്മളൊക്കെ ഒരുപോലെയാണ്, പരസ്പരം ഒന്നാണ്, റിലേറ്റഡ് ആണ്, ബന്ധുമിത്രാദികളാണ്. യൂസിങ് ദിസ് ഇങ്ങനത്തെ ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്തിട്ട് ദേ എസ്റ്റാബ്ലിഷ്ഡ് എ ബ്രദർലി റിലേഷൻഷിപ്പ് വിത്ത് ദ ഓസ്ട്രേലിയൻസ്. ഓസ്ട്രേലിയയുമായിട്ട് നല്ലൊരു ബ്രദർലി റിലേഷൻഷിപ്പ് നേടിയെടുത്തു. ഹി സിംപ്ലി അക്സെപ്റ്റഡ് ദെയർ ഫ്രണ്ട്ലി ജസ്റ്റർ വിത്തൗട്ട് എനി സൈൻ ഓഫ് ഡൗട്ട്. അങ്ങനെ എന്തായി? നമ്മുടെ അബോറിജിനൽ പീപ്പിൾസ് അവർ എങ്ങനെയായിരുന്നു? സിമ്പിളായിട്ടുള്ള ഇന്നസെൻ്റ് ആയിട്ടുള്ള പീപ്പിളായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് യൂറോപ്യൻ്റെ ഈ ഒരു ഫേക്ക് സ്മൈലിൻ്റെ പിന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നുള്ളൊരു കണ്ണിങ്സ് അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. ആൻഡ് ദേ അക്സെപ്റ്റഡ് ദിസ് ഫ്രണ്ട്ലി ജസ്റ്റർ ഓഫ് യൂറോപ്യൻസ് ഫുൾ ഹാർഡ്ലി വിത്തൗട്ട് എനി സൈൻ ഓഫ് ഡൗട്ട്. ഒരു രീതിയിലുള്ള സംശയം പ്രകടിപ്പിക്കാതെ നമ്മുടെ അബോറിജിനൽസ് വെസ്റ്റേൺ പീപ്പിളുമായിട്ട് ഫ്രണ്ട്സായി. ഇപ്പോൾ എന്തായെന്നറിയോ? ഇത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ദേ ടുക്ക് അബോറിജിനൽസ് ടു ദെയർ സൈഡ് ആൻഡ് മെയ്ഡ് ദെയർ വർക്കേഴ്സ്. യൂറോപ്യൻസ് ഓസ്ട്രേലിയ എന്ന രാജ്യത്തിലോട്ട് വരികയും അവിടുത്തെ ജനങ്ങളെ യൂറോപ്യൻസിൻ്റെ അടിമകളാക്കുകയും എന്നിട്ട് ഓസ്ട്രേലിയ എന്ന കൺട്രിയിലെ ആക്സസ് ഒക്കെ എടുത്തിട്ട് അത് അവരുടെ കൺട്രിയിലോട്ട് പോവുകയും ചെയ്തു. നമുക്കറിയാം ഇന്ത്യൻ്റെ കേസ് അതന്നെ. ഓക്കെ. Then you swarmed my way of gladness, took my children from my side, snapped shut the law book, oh my sadness, at Euroclass pre-denied. അതിനുശേഷം യു, അതായത് വെസ്റ്റേൺ പീപ്പിളിനാണ് ഇവിടെ അഡ്രസ്സ് ചെയ്യുന്നത്. നിങ്ങൾ എന്ത് ചെയ്തു? സ്വാംഡ്, ചതുപ്പ് നിലയത്തിലൂടെ ആഴ്ന്നിറക്കി. മൈ വേ ഓഫ് ഗ്ലാഡ്നസ്, അതായത് ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? അതിനുശേഷം ആദ്യം ഭയങ്കരമായിട്ട് റിലേഷനായിട്ട് നല്ല സ്നേഹം ഒക്കെ പ്രകടിപ്പിച്ചു, ഫ്രണ്ട്ലി ആയിട്ട് ഉള്ളൊരു അപ്രോച്ചായിരുന്നു.
എന്നാൽ നമ്മുടെ അബോറിജിനൽസ് അവരോടുമായിട്ട് ഇണങ്ങിയതിന് ശേഷം അവരുടെ വെസ്റ്റേൺ പീപ്പിൾ തൻ്റെ റിയൽ ആയിട്ടുള്ള ഫേസ് അവർക്ക് മുമ്പിൽ തുടർന്ന് കാണിക്കുകയാണ്. അപ്പോൾ എന്തായി, അവരുടെ എൻഡ് ഓഫ് ദെയർ ഹാപ്പിനെസ് ആയിരുന്നു അതവിടെ കാണിക്കുന്നത്. ചുരുക്കത്തിൽ അവരുടെ ജീവിതം വളരെ രീതിയിൽ അടിച്ചമർത്തലും സഫറിങ്ങളൊക്കെ ആയിരുന്നു. ടുക്ക് മൈ ചിൽഡ്രൻ ഫ്രം മൈ സൈഡ്. ഇവിടെ മൈ എന്നുള്ളത് ഓസ്ട്രേലിയ എന്ന കൺട്രിയാണ് സൂചിപ്പിക്കുന്നത്. ചിൽഡ്രൻ എന്ന് പറയുന്നത് അബോറിജിൻസിനെയാണ്. എൻ്റെ സൈഡിൽ നിന്നും എൻ്റെ മക്കളെ നീ തട്ടിയെടുത്തു. സ്നാപ്ഡ് ഷട്ട് ദ ലോ ബുക്ക് ആൻഡ് ഞങ്ങളുടെ ട്രഡീഷനായിട്ടുള്ള ഞങ്ങളുടെ നിയമങ്ങളെല്ലാം നിങ്ങൾ എന്ത് ചെയ്തു? സ്നാപ്ഡ് ചെയ്തു. സ്നാപ്ഡ് എന്ന് പറഞ്ഞാൽ പൊട്ടിച്ചെറിഞ്ഞു. അതൊക്കെ അവിടെ നിങ്ങൾ നിർത്തലാക്കി. ഹോ മൈ സാഡ്നെസ് അറ്റ് ഇറാഖലാസ് പ്ലീ ഡിനൈഡ്. ഇറാഖലാസ് എന്ന് പറയുന്നത് ഒരു ട്രൈബ്സ് ആണ്. ഈ ട്രൈബ്സിൻ്റെ ഒരു പ്രത്യേകത, അവരാണ് ആദ്യമായിട്ട് ഒരു ട്രഡീഷണൽ ഡോക്യുമെൻ്റ് പ്രിപ്പയർ ചെയ്തിട്ട് ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ അവർ അത് സബ്മിറ്റ് ചെയ്തു. പക്ഷേ ഗവൺമെൻറ് ചെയ്തത് ആ ഡോക്യുമെൻറ്റിനെ ഒരു വിലയും കൽപ്പിക്കാതെ അതൊരു പേപ്പർ മാത്രമായിട്ടാണ് കണ്ടത്. ഇനി നമ്മുടെ നോട്ട്സ് ഒന്ന് നോക്കിക്കേ. ഇൻ ദീസ് ലൈൻസ് ഡേവിസ് ഡിസ്ക്രൈബ്സ് വാട്ട് ദെയർ ക്രാഫ്റ്റി ബ്രദർഹുഡ് കോസ്ഡ് ടു ദ അബോറിജിനൽ പീപ്പിൾ. ക്രാഫ്റ്റി എന്ന് പറയുന്നത് ഫേക്ക് ആയിട്ടുള്ള. ആഫ്റ്റർ അണ്ടർസ്റ്റാൻഡിങ് ദെയർ സിംപ്ലിസിറ്റി ദേ ഷോഡ് ദെയർ റിയൽ ഫേസ്. അവരുടെ ക്രൂവലായിട്ടുള്ളൊരു ഫേസ് അവർക്ക് മുമ്പിൽ കാണിച്ചു കൊടുക്കുകയാണ്. According to the speaker, the colonizers swamped their lives with oppression and suffering. One by one, the rulers took their children away. അതായത് ഓരോ സ്ഥലങ്ങളും ഓരോ ലാൻഡുകളും ഇങ്ങനെ എടുത്തു കൊണ്ടുവരുന്നു. ലാൻഡുകൾ മാത്രമല്ല, അവിടെ ദ സ്നാപ്ഡ് ഷട്ട് ദ ട്രഡീഷണൽ ലോ ബുക്സ്. അവരുടെ ട്രഡീഷണലായിട്ട് ലോ ബുക്ക്, അതായത് ഓരോ രാജ്യത്തിനും അവരുടേതായ രീതിയിലുള്ള നിയമങ്ങളുണ്ടാകും. അതൊക്കെ ഇവർ ഷട്ട് ചെയ്യുകയാണ്, സ്നാപ്പ് ചെയ്യുകയാണ്. നോട്ട് ഓൺലി ദാറ്റ്, അത് മാത്രമൊന്നുമല്ല, ദ ഈവൻ ഡിസ്ട്രോയ്ഡ് ദെയർ കൾച്ചറൽ വാല്യൂസ്. അബോറിജിനൽ കൾച്ചറിൻ്റെ വാല്യൂസ് വരെ അവർ നശിപ്പിച്ച് കഴിഞ്ഞു. നമുക്കിവിടെ കണ്ടിട്ടുള്ളത് ഒരു ഇറാഖല എന്ന് പറയുന്ന ഒരു ട്രൈബ്സിനെ കാണിച്ചിട്ടുണ്ട്. ഇൻ ദ ഫോളോവിങ് ലൈൻ ദ പോയിറ്റ് അല്യൂഡ്സ് ടു ഇറാഖല ബാർക്ക് പെറ്റീഷൻ ഓഫ് 1963. 1963 ഇറാഖല എന്ന ട്രൈബ്സ് ഒരു ബാർക്ക് പെറ്റീഷൻ സബ്മിറ്റ് ചെയ്തിരുന്നു. ദ കൊളോണിയൽ ഗവൺമെൻറ് ടുക്ക് ലാൻഡ് ഫ്രം ദ അബോറിജിനൽ യൊലങ്കു പീപ്പിൾ. സ്പെല്ലിങ് നോക്കണേ, യൊലങ്കു പീപ്പിൾ അതായത് ഒരു ട്രൈബ്സ് ആണ്. അവരിൽ നിന്നും അവരുടെ ലാൻഡ് അവരോട് ചോദിക്കാതെ കൊളോണിയൽ ഗവൺമെൻറ് എടുത്തു. അപ്പോൾ ഇതിനെതിരെ ആയിട്ടാണ് ഒരു 2 ബാർ പെറ്റീഷൻ പാർലമെൻറ്റിൽ അവർ സബ്മിറ്റ് ചെയ്തത്. പക്ഷേ എന്നിരുന്നാലും ദെയർ പ്ലീ വാസ് ഡിനൈഡ്. അതവർ മെയിൻറ്റ് ചെയ്തില്ല, അതെന്തായി ഡിനൈഡായി. ഇൻ ദിസ് വേ the poet hints at how the lands of Aboriginals were sacked by the colonizers. They did not even bother to hear their concern. അവരുടെ അഭിപ്രായങ്ങൾ കൂടി കേൾക്കാൻ ആര് തയ്യാറായില്ല? കൊളോണിയൽ ഗവൺമെൻറ് തയ്യാറായില്ല. So I remember like George Hill's the thin stick bones of people, sudden death and greed that kills, that gave you church and steeple. എന്താ ഇവിടെ പറയുന്നത്? അത് നമ്മുടെ നോട്ടൊക്കെ നോക്കിയൊക്കെ മനസ്സിലാക്കും. In the following lines, the poetic persona remembers the massacre at the Lake George Hills in the 1820s. 1820-കളിൽ ജോർജ് ഹിൽസ് എന്ന് പറയുന്ന അവിടെയുള്ള ഒരു സ്ഥലത്തിൻ്റെ പേരാണ്. അവിടെ ഒരു കൂട്ടക്കൊലപാതകം, മസ്കർ. Okay, a very large massacre of indigenous people is said to have occurred at that place. ആ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് ഏറ്റവും ഒരു വലിയ രീതിയിലൊരു കൂട്ടക്കൊലപാതകം നടന്നിട്ടുള്ളത്. The speaker visualizes the stick like bones of people at other place. മറ്റൊരു സ്ഥലത്തേക്ക് നോക്കിയാൽ അവിടെ എന്താ കാണാൻ സാധിക്കുന്നത്? യെസ്, സ്റ്റിക്കായിട്ടുള്ള, തടിയില്ലാതെ മെലിഞ്ഞിട്ടുള്ള ലൈക്ക് ബോൺസ് ഓഫ് പീപ്പിൾ. നമുക്ക് അവരുടെ എല്ലുകളൊക്കെ ശരിക്കും തെളിഞ്ഞ് കാണാം. അത്രക്കും അങ്ങനത്തെ ആളുകൾ നമുക്ക് കാണാം. ഇറ്റ് ഈസ് ഗ്രീഡ് ഓഫ് ദ കൊളോണൈസേഴ്സ് ദാറ്റ് കിൽഡ് ദ ഇൻഡിജിനസ് പീപ്പിൾ. സത്യത്തിൽ എന്തുകൊണ്ടാണ് ഇവരേക്ക് ഇത്തരത്തിൽ മെലിഞ്ഞു പോയത്? കൊളോണൈസേഴ്സിൻ്റെ, ബ്രിട്ടീഷ് പീപ്പിളിൻ്റെ അല്ലെങ്കിൽ വൈറ്റ് പീപ്പിളിൻ്റെ ആർത്തി കാരണമാണ് ഇൻഡിജിനസ് പീപ്പിളിൻ്റെ ഈ ഒരു അവസ്ഥയ്ക്ക് കാരണം. ദേ കിൽഡ് ദോസ് ഹു റിഫ്യൂസ്ഡ് ടു ഗിവ് ഇൻ. ആൻഡ് ഈ ഒരു വൈറ്റ് പീപ്പിളിനെ എതിർക്കുന്ന അബോറിജിനൽസിനെ അവർ എന്ത് ചെയ്യും? കിൽ ചെയ്യും, കൊല്ലും. ആഫ്റ്റർ കില്ലിങ് ദം ദ കൊളോണിയൽ ഫോഴ്സസ് സാക്ഡ് ദ റിസോഴ്സ്. അങ്ങനെ ഓരോരുത്തരായിട്ടും കൊന്നതിന് ശേഷം അവരുടെ റിസോഴ്സൊക്കെ ഇവർ എടുക്കും. വിത്ത് ദിസ് റിസോഴ്സ്, ഇത്തരത്തിലുള്ള അവർ എടുത്തിട്ടുള്ള അബോറിജിനൽസിൽ ആയിട്ടുള്ള അവരുടെ ലാൻഡും മറ്റതും കാര്യങ്ങൾ ഇവരെടുത്തിട്ട് ഇവരെന്താ ചെയ്യുന്നത്? ദ ബിൽഡ് ചർച്ചസ് ആൻഡ് സ്റ്റീപ്പിൾസ് ഓൺ ദെയർ ലാൻഡ്.
അവരവിടെ പോയിട്ട് ചർച്ചകളൊക്കെ നിർമ്മിക്കും. മനുഷ്യരെ വേദനിപ്പിച്ച് സങ്കടപ്പെടുത്തിയിട്ട് ഇടങ്ങാറാക്കിയിട്ട് അവരെ കൊന്നിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്? അത് ചർച്ചുകളും മറ്റും നിർമ്മിക്കുന്നത്. Their religious institutions were actually built on the bones of innocent men. ആക്ച്വലി ഇവിടെ നമുക്ക് എന്താ കാണാൻ സാധിക്കുന്നത്? അവർ ഇത്തരത്തിലുള്ള പാവപ്പെട്ട നിഷ്കളങ്കരായ മനുഷ്യരെ കൊന്നൊടുക്കിയിട്ടാണ് ഇതുപോലെ റിലീജിയസ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവർ നിർമ്മിക്കുന്നത്. I cry again for Warara men gone from kith and kind, and I wondered when I would find a pen to probe your freckled mind. I cry, ഇവിടെ I എന്നുള്ള ഉദ്ദേശിക്കുന്നത് ഒന്നെങ്കിൽ സ്പീക്കർ ആകാം, അല്ലെങ്കിൽ നമുക്ക് ഓസ്ട്രേലിയ എന്ന കൺട്രി എടുക്കാം. ഞാൻ കരഞ്ഞു. എന്തിനു വേണ്ടിയിട്ട്? ഫോർ ദ വറാറ മെൻ. വറാറ മെൻ എന്ന് പറയുന്നത് ഓസ്ട്രേലിയയിലെ ഒരു നാറ്റീവ് ആയിട്ടുള്ള ട്രൈബ്സ് ആയിരുന്നു. ഹു വർ കിൽഡ്, അവർ ഒരുപാട് പേര് കൊല്ലപ്പെടുകയും ആൻഡ് ഗോൺ ഫ്രം ദെയർ കിത്ത് ആൻഡ് കിൻ, അവരുടെ സ്ഥലങ്ങളായിട്ടുള്ള അവരുടെ ലാൻഡായിട്ടുള്ള കിത്ത് ആൻഡ് കിന്നിൽ നിന്ന് അവർ പോവുകയും ചെയ്തു. ഹിയർ ദ പോയിറ്റ് യൂസസ് ദ ടേം കൈൻഡ് ഇൻ ഓർഡർ ടു റൈം വിത്ത് മൈൻഡ്. ഏതാണ് ആ ലൈൻസ്? ഗോൺ ഫ്രം കിത്ത് ആൻഡ് കൈൻഡ് ടു പ്രോബ് യുവർ ഫ്രക്കിൾഡ് മൈൻഡ്. അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം കേട്ടോ. In this section, Davis talks about the Warara people of Western Australia. Western Australiaയിലെ natives ആണ് Warara people. Colonizers killed them as they tried to defend their land. അവരുടെ ലാൻഡായിട്ടുള്ള കിത്ത് ആൻഡ് കിന്നിന് വേണ്ടിയിട്ട് ഡിഫെൻഡ് ചെയ്ത സമയത്ത് കൊളോണൈസേഴ്സ് അവരെ കില്ല് ചെയ്യുകയും ആൻഡ് ചില ആളുകൾ അവിടുന്ന് മൈഗ്രേറ്റ് ചെയ്തു ബിക്കോസ് ഓഫ് ദ എക്സ്പ്ലോയിറ്റ് ഓഫ് ദി യൂറോപ്യൻസ് എന്നുള്ളത് മനസ്സിലാക്കുക. ആഫ്റ്റർ തിങ്കിങ് എബൌട്ട് ഓൾ ദോസ് ബ്രൂച്ചൽ ഈവൻസ്, ഒരുപാട് കാര്യങ്ങളില്ലേ ദ ഇൻവാഷൻ ഓഫ് ബ്രിട്ടീഷ് പീപ്പിൾ, അവരെ കാരണം ഒരുപാട് ആ ഒരു ഹൊറിബിൾ ഓപ്പറേഷന്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഓർത്തുകൊണ്ട് ദ സ്പീക്കർ വണ്ടേഡ് വെൻ ഹി വുഡ് ബി ഏബിൾ ടു റൈറ്റ് ഐ വുഡ് ഫൈൻഡ് എ പെൻ എന്നുള്ളത് കണ്ടില്ലേ? അതെന്താണ്? തനിക്കിനി എഴുതാൻ കഴിയൂ എന്നുള്ളൊരു അത്ഭുതം. ഹി വിഷ്ഡ് ടു പ്രോബ് ഇൻ ദ ഫ്രക്കിൾഡ് മൈൻഡ് ഓഫ് ദ ഒപ്രസേഴ്സ്, അതായത് ഈ ഒരു അടിച്ചമർത്തപ്പെട്ടവരുടെ ഒരു ഫ്രക്കിൾഡ് മൈൻഡ് ആലോചിച്ചിട്ട് അദ്ദേഹത്തിന് എന്ത് ചെയ്യുക? പ്രോബ് വിച്ച് മീൻസ് ദാറ്റ് അന്വേഷിക്കുക. എങ്ങനെയാണ് മനുഷ്യർക്ക് ഇത്രക്കും ഫ്രക്കിൾഡ് മൈൻഡ് എന്ന് പറയുമ്പോൾ ഒരു വില്യൻ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്, ഒരു വില്യാനിയസ് മൈൻഡ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ആലോചിച്ചിട്ട് അദ്ദേഹത്തിന് ഒരു അത്ഭുതം തോന്നി. Davis persona wants to investigate the mindset of those who did not think twice before killing several weak men. പാവപ്പെട്ട ഇന്നസെൻ്റ് ആയിട്ടുള്ള നിഷ്കളങ്കരായ ആളുകളെ കൊല്ലുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യം കൂടി അവരൊന്ന് ചിന്തിച്ച് നോക്കുന്നില്ല, എന്തിനാണ് താൻ ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ള കാര്യം. അപ്പോൾ ഇതാണ് ഇവിടെ നമുക്ക് ഈ ഒരു ലൈൻസ് ഞാനിവിടെ കൊടുത്തിട്ടുള്ള നോട്ട്സ് വായിക്കുമ്പോൾ തന്നെ ഈ ലൈൻസിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് ലൈൻസ് നോക്കിക്കേ. I mourned again for the Murray tribe, gone to without a trace. I thought of the soldiers' diatribe, the smile on the governor's face. ഈ ഒരു ലൈൻസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് സ്പീക്കറിൻ്റെ ഒരു ദുഃഖമാണ്. ആരെ ആലോചിച്ചിട്ട്? മുറേ ട്രൈബിനെ ആലോചിച്ചിട്ട്. അവരും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വറാറ പീപ്പിളിനെ പോലത്തെ ഒരു നാറ്റീവായിട്ടുള്ള ട്രൈബാണ്. The Murray people lived near the river by the same name. മുറേ എന്നുള്ള റിവറിൻ്റെ അരികിൽ തന്നെയാണ് താമസിക്കുന്നവരാണ് ഇവർ. In the 1830s, several of them died in the Mount Dispersion Massacre. അതായത് ഒരു കൂട്ടക്കൊലപാതകമാണ് അല്ലേ? എന്താണ് പേര്? മൗണ്ട് ഡിസ്പേർഷൻ മസാക്ക്. They too had gone without a trace like the Warara men and indigenous people living around the Lake George Hills. ആ ട്രൈബ്സൊക്കെ ഒരു രീതിയിൽ ഒരു അടയാളം കൂടി ഇല്ലാതെ തൻ്റെ നാറ്റീവ് ലാൻഡ്സ് ഈ ഒരു ബ്രിട്ടീഷ് പീപ്പിളെ പേടിച്ചുകൊണ്ട് അവരുടെ ഒരു എക്സ്പ്ലോയിറ്റേഷൻ, അവരുടെ ഒരു ഹൊറിബിൾ ഓപ്പറേഷൻ സഹിക്കാനാവാതെ അവിടെ വിട്ട് ഒരു ട്രേസ് കൂടി ഇല്ലാതെ പോയി. In the following lines, the speaker thinks about the bitterness of the soldiers towards them. For the government, the soldiers were the instrument of killing. They approved all the inhuman act with a bit of greed on their face. Davis criticized the cruel, devilish nature of the colonizers in these lines. നമുക്കറിയാം, ഇപ്പോൾ ഏതൊരു യുദ്ധം ചെയ്യുമ്പോഴും ചെയ്യുന്നത് ആരായിരിക്കും? സോൾജേഴ്സ് ആയിരിക്കും. പക്ഷേ അതിൻ്റെ പിന്നിൽ ആരായിരിക്കും? ഗവൺമെൻറ് ആയിരിക്കും. അപ്പോൾ ഇവർ പറയാണ്, ആ ഒരു സോൾജേഴ്സിനെ കാണുന്ന സമയത്ത് ആ ഗവൺമെൻറ് നമ്മളെ നോക്കി ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളത്. അവരുടെ ഫേസിലാണെങ്കിലോ ഒരു തുള്ളി പോലും താൻ ചെയ്യുന്നത് വലിയ തെറ്റാണ്, ഇത്തരത്തിലുള്ള ഇന്നസെൻ്റ് ആയിട്ടുള്ള ആളുകളെ കൊന്നെടുക്കുകയാണ്. ഈ ലൈൻസുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ പോയറ്റ്
ആ ഒരു ഗവൺമെൻറ്റിനെ ക്രിറ്റിസൈസ് ചെയ്യുകയാണ്. അവരുടെ ഡെവിലിഷ് ആയിട്ടുള്ള, അവരുടെ ക്രൂവലായിട്ടുള്ള നാച്ചുറിനെയാണ് ഇവിടെ കാണിക്കുന്നത്. യു മർഡേർഡ് മീ വിത്ത് റോപ്പ്, വിത്ത് ഗൺ, ദ മസാക്കർ ഓഫ് മൈ എൻക്ലൈവ്, യു ബെറീഡ് മീ ഡീപ്പ് ഓൺ MC ലാറ്റിസ് റൺ, ഫ്ലങ് ഇൻ ടു എ കോമൺ ഗ്രേവ്. നീ എന്നെ കൊന്നു. എങ്ങനെ? വിത്ത് റോപ്പ്, കയറായിട്ട്, അതായത് തൂക്കി കൊന്നു. വിത്ത് ഗൺ, തോക്ക് ഉപയോഗിച്ചിട്ടും. അതെന്തായിരുന്നു? ഒരു കൂട്ടക്കൊലപാതകമായിരുന്നു. ദെൻ യു ബെറീഡ് മീ, എവിടെയാണ് കുഴിച്ചിട്ടത്? ഡീപ്പ് ഓൺ MC ലാറ്റീസ്, അതായത് MC ലാറ്റീസ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ പേരാണ്. എഡ്വാർഡ് MC ലാറ്റീസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. അദ്ദേഹം ഒരു പൊളിറ്റീഷ്യനാണ്, ഒരു ഫാം ഓണറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ഥലത്ത് ഒരു കോമൺ ഗ്രേവ്, അതായത് ഇത്തരത്തിലുള്ള കൂട്ടക്കൊലപാതകത്തിൽ മരണപ്പെട്ട ആളുകളൊക്കെ അവിടെയായിരുന്നു, അദ്ദേഹത്തിൻ്റെ ആ ഒരു മണ്ണിലായിരുന്നു ബലി ചെയ്തിരുന്നത് എന്നാണ് പറയുന്നത്. നമ്മുടെ നോട്ട്സ് ഒന്ന് നോക്കിക്കേ. The poet refers to the torturous episodes from the perspective of the Aboriginal Australian community in this section. ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് അബോറിജിനൽ ആയിട്ടുള്ള ഓസ്ട്രേലിയൻ കമ്മ്യൂണിറ്റിയുടെ പെർസ്പെക്റ്റീവിലാണ്. അവർ എത്രത്തോളം ടോർച്ചറസ് ആണ് ഇവരുടെ വൈറ്റ് ഡോമിനൻസിൽ സഹിച്ചത് എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. ഹി ഡിസ്ക്രൈബ്സ് ഹൗ ദ വർ കിൽഡ് വിത്ത് റോപ്പ് ഓർ ബൈ ബുള്ളറ്റ്സ്. ഓക്കെ, ഇൻ ദ നെക്സ്റ്റ് ലൈൻ ഹി മെറ്റഫോറിക്കലി റെഫേഴ്സ് ടു ദ കില്ലിംഗ് ഓഫ് അബോറിജിനൽ പീപ്പിൾ ബൈ ദ ഫ്രേസ് മെസാക്കർ ഓഫ് മൈ എൻക്ലൈവ്. ദ ടേം എൻക്ലൈവ് ഈസ് എ റെഫറൻസ് ടു ദ സ്പീക്കേഴ്സ് മദർലാൻഡ് ആണ്. Then Davis' persona further says that they buried him deep on MC Lattice's run alongside others. അതായത് അദ്ദേഹം പറയാൻ ഇപ്പോൾ തന്നെ കൊന്നു കഴിഞ്ഞാൽ താനും കൂട്ടക്കൊലപാതകത്തിൽ ഒരാൾ മാത്രമായിരിക്കും, തന്നെയും എല്ലാ ആ ഒരു കോമൺ ഗ്രേവിൽ താനും അതിലുണ്ടാകും, തന്നെയും അവിടെ ബറി ചെയ്യും എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് മീൻസ് ദ സ്പീക്കർ ഓഫ് ദിസ് പോയം ഈസ് നൺ അതർ ദാൻ വൺ ഹു ഡൈഡ് ഇൻ ദി മെസാക്കർ. ഇൻ ദിസ് പോയം ഹി സ്പീക്സ് അപ്പ് അഗെയിൻസ്റ്റ് ദ അട്രോസിറ്റീസ് ഓഫ് ദി യൂറോപ്യൻ കോളനൈസേഴ്സ്. അതായത് യൂറോപ്യൻ കോളനൈസേഴ്സിൻ്റെ അട്രോസിറ്റീസ് എന്ന് പറഞ്ഞാൽ ക്രൂരതകളാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. യു മർഡേർഡ് മീ വിത്ത് റോപ്പ്, വിത്ത് ഗൺ, ദ മസാക്കർ ഓഫ് മൈ എൻക്ലൈവ്, യു ബെറീഡ് മീ ഡീപ്പ് ഓൺ MC ലാറ്റിസ് റൺ, ഫ്ലങ് ഇൻ ടു എ കോമൺ ഗ്രേവ്. നീ എന്നെ കൊന്നു. എങ്ങനെ? വിത്ത് റോപ്പ്, കയറായിട്ട്, അതായത് തൂക്കി കൊന്നു. വിത്ത് ഗൺ, തോക്ക് ഉപയോഗിച്ചിട്ടും. അതെന്തായിരുന്നു? ഒരു കൂട്ടക്കൊലപാതകമായിരുന്നു. ദെൻ യു ബെറീഡ് മീ, എവിടെയാണ് കുഴിച്ചിട്ടത്? ഡീപ്പ് ഓൺ MC ലാറ്റീസ്, അതായത് MC ലാറ്റീസ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ പേരാണ്. എഡ്വാർഡ് MC ലാറ്റീസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. അദ്ദേഹം ഒരു പൊളിറ്റീഷ്യനാണ്, ഒരു ഫാം ഓണറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ഥലത്ത് ഒരു കോമൺ ഗ്രേവ്, അതായത് ഇത്തരത്തിലുള്ള കൂട്ടക്കൊലപാതകത്തിൽ മരണപ്പെട്ട ആളുകളൊക്കെ അവിടെയായിരുന്നു, അദ്ദേഹത്തിൻ്റെ ആ ഒരു മണ്ണിലായിരുന്നു ബലി ചെയ്തിരുന്നത് എന്നാണ് പറയുന്നത്. നമ്മുടെ നോട്ട്സ് ഒന്ന് നോക്കിക്കേ. The poet refers to the torturous episodes from the perspective of the Aboriginal Australian community in this section. ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് അബോറിജിനൽ ആയിട്ടുള്ള ഓസ്ട്രേലിയൻ കമ്മ്യൂണിറ്റിയുടെ പെർസ്പെക്റ്റീവിലാണ്. അവർ എത്രത്തോളം ടോർച്ചറസ് ആണ് ഇവരുടെ വൈറ്റ് ഡോമിനൻസിൽ സഹിച്ചത് എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. ഹി ഡിസ്ക്രൈബ്സ് ഹൗ ദ വർ കിൽഡ് വിത്ത് റോപ്പ് ഓർ ബൈ ബുള്ളറ്റ്സ്. ഓക്കെ, ഇൻ ദ നെക്സ്റ്റ് ലൈൻ ഹി മെറ്റഫോറിക്കലി റെഫേഴ്സ് ടു ദ കില്ലിംഗ് ഓഫ് അബോറിജിനൽ പീപ്പിൾ ബൈ ദ ഫ്രേസ് മെസാക്കർ ഓഫ് മൈ എൻക്ലൈവ്. ദ ടേം എൻക്ലൈവ് ഈസ് എ റെഫറൻസ് ടു ദ സ്പീക്കേഴ്സ് മദർലാൻഡ് ആണ്. Then Davis' persona further says that they buried him deep on MC Lattice's run alongside others. അതായത് അദ്ദേഹം പറയാൻ ഇപ്പോൾ തന്നെ കൊന്നു കഴിഞ്ഞാൽ താനും കൂട്ടക്കൊലപാതകത്തിൽ ഒരാൾ മാത്രമായിരിക്കും, തന്നെയും എല്ലാ ആ ഒരു കോമൺ ഗ്രേവിൽ താനും അതിലുണ്ടാകും, തന്നെയും അവിടെ ബറി ചെയ്യും എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് മീൻസ് ദ സ്പീക്കർ ഓഫ് ദിസ് പോയം ഈസ് നൺ അതർ ദാൻ വൺ ഹു ഡൈഡ് ഇൻ ദി മെസാക്കർ. ഇൻ ദിസ് പോയം ഹി സ്പീക്സ് അപ്പ് അഗെയിൻസ്റ്റ് ദ അട്രോസിറ്റീസ് ഓഫ് ദി യൂറോപ്യൻ കോളനൈസേഴ്സ്. അതായത് യൂറോപ്യൻ കോളനൈസേഴ്സിൻ്റെ അട്രോസിറ്റീസ് എന്ന് പറഞ്ഞാൽ ക്രൂരതകളാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. യു പ്രോപ്ഡ് മീ അപ്പ് വിത്ത് ക്രൈസ്റ്റ്, റെഡ് ടൈപ്പ്, ടൊബാക്കോ, ക്രോഗ് ആൻഡ് ഫിയേഴ്സ്, ദെൻ ഡിസേഴ്സ് ആൻഡ് ലോഡ്ലി റൈപ്പ് ത്രൂ ദ ബ്രിട്ടീഷ് ഇയേഴ്സ്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് വൈറ്റ് പീപ്പിൾ അബോറിജിനൽ ഓസ്ട്രേലിയൻസിന് ഒരു റിലീജിയസ് കൺവേർട്ട്, അതായത് ക്രിസ്ത്യാനിറ്റിയിലോട്ടുള്ളൊരു കൺവേർട്ടേഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവർ, അതായത് ഓസ്ട്രേലിയൻസ് വൈറ്റ് പീപ്പിൾക്ക് എതിരായിട്ട് എന്തെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യുന്നു? റെഡ് ടൈപ്പ് എന്ന് പറയുന്നത് കൊളോണിയൽ റൂളേഴ്സിനാണ് ഉദ്ദേശിക്കുന്നത്. അതവരവിടെ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ ടൊബാക്കോ, ക്രോഗ് എന്നൊക്കെ പറയുന്ന ഒരു ആൽക്കഹോളിക് ആയിട്ടുള്ള ഡ്രിങ്കാണ്, ഇതൊക്കെ അവരെ കൂടി എടുപ്പിക്കുന്നു. ദെൻ ഡിസീസ് ആൻഡ് ലോഡ്ലി റൈപ്പ് ത്രൂ ദ ബ്രിട്ടീഷ് ഇയേഴ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ അബോറിജിനൽസിന് ഒരുപാട് പല രീതിയിലുള്ള ഡിസീസ് കാരണം അവർ ഒരുപാട് സഫറിങ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും കണ്ടിട്ടും കൊളോണിയൽ ഗവൺമെൻറ് അവർക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യുകയോ
അവരെ സഹായിക്കുന്നതിൽ നിന്ന് റിഫ്യൂസ് ചെയ്തു എന്നാണ് പറയുന്നത്. പിന്നെ ഇവിടെ ഉദ്ദേശിക്കുന്നത് വൈറ്റ് പീപ്പിളും അവിടുത്തെ നമ്മുടെ അബോറിജിനൽ ഓസ്ട്രേലിയൻസിൽ സ്ത്രീകളെ അബ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതും കാണാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ഇനി നമ്മുടെ നോട്ട്സ് ഒന്ന് നോക്കിക്കേ. ഡേവിസ് യൂസസ് എ ക്രിസ്ത്യൻ അല്യൂഡിങ് ഇൻ ദ 26th line. He alludes to the crucifixion of Christ and says that his persona was propped up on the cross. His mouth was kept shut using red tapes. The color red symbolizes the colonial rulers. They forced him to take tobacco and grog, an alcoholic drink. Their torture did not stop here. The indigenous people of Australia suffered from various diseases, but the rulers refused to help them. By the term lordly right, the poet hints at how the colonizers abused their women. It is also a reference to death and destruction in Australia during the colonial era. Davis refers to the colonial period as British years. There is a pun in the usage of the word British. It is an implicit reference to the term British. അടുത്ത വരികൾ നോക്കണേ. Now you primly say you are justified and sing of nation's glory, but I think of a people crucified, the real Australian story. എന്നിട്ട് നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ട് ആദ്യം നിങ്ങൾ ഞങ്ങളുടെ അടുത്തേക്ക് വന്നു വളരെ ഫ്രണ്ട്ലി ആയിട്ട്, പിന്നീട് ഞങ്ങളുടെ ആ സന്തോഷത്തെ അങ്ങോട്ട് ഇല്ലാതാക്കി, ഞങ്ങളുടെ ഒരുപാട് സ്ഥലങ്ങൾ നിങ്ങൾ പിടിച്ചെടുക്കി, ഞങ്ങളുടെ ഒരുപാട് ട്രൈബ്സിനെ നിങ്ങൾ കൊന്നൊടുക്കി, ഒരുപാട് ട്രൈബ്സിനെ നിങ്ങൾ നാട് കടത്തി, അതുപോലെ ഞങ്ങളുടെ കൾച്ചറിനെ നിങ്ങൾ ഇല്ലാതാക്കി, ഞങ്ങളുടെ ട്രഡീഷണൽ ലാൻഡുകൾ നിങ്ങൾ കൈക്കലാക്കി, ഞങ്ങളുടെ റിലീജിയൻ നിങ്ങൾ കൺവേർട്ട് ചെയ്യിപ്പിച്ചു. നിങ്ങൾക്കെതിരെ സംസാരിക്കാൻ വേണ്ടി വായ തുറന്നാൽ നിങ്ങൾ അവിടെ എന്ത് ചെയ്യുന്നു? ടാപ്പ് ചെയ്യുന്നു. അതുപോലെ ഞങ്ങളുടെ ഫസ്റ്റ് ഡോക്യുമെൻ്റൊക്കെ നിങ്ങളുടെ മുമ്പിൽ അത് സമർപ്പിച്ചപ്പോൾ അതൊന്നും നിങ്ങൾ വാല്യൂ ചെയ്തില്ല. അതുപോലെ ഞങ്ങളെ കൊണ്ട് ലഹരി പദാർത്ഥങ്ങൾ നിങ്ങൾ എടുപ്പിച്ചു. അതായത് ഞങ്ങളുടെ സ്ത്രീകളെ നിങ്ങൾ റേപ്പ് ചെയ്തു. അങ്ങനെ ഒരുപാട് ഇത്രയും കാര്യങ്ങൾ ബ്രൂട്ടീഷായിട്ട് ഭയങ്കര ക്രൂവലായിട്ട് ഹൊറിബിൾ നിങ്ങൾ ഞങ്ങളെ അടിച്ചമർത്തി. എന്നിട്ട് നിങ്ങൾ പറയാണ് യു ആർ ജസ്റ്റിഫൈഡ്. നിങ്ങൾ എന്താണ്? സിവിലൈസ്ഡ് ആണ്. ഇപ്പോഴാണ് ഓസ്ട്രേലിയ എന്ന കൺട്രി സിവിലൈസ്ഡ് ആയിട്ടുള്ളത്. ആൻഡ് നിങ്ങൾ നിങ്ങളുടെ നാഷനെ ഗ്ലോറി ചെയ്തുകൊണ്ട് പാട്ട് പാടുന്നു. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ദ റിയൽ ഓസ്ട്രേലിയൻ സ്റ്റോറി എന്ന് പറയുന്നത് ആഫ്റ്റർ ദ സെറ്റിൽമെൻറ്റ് ഓഫ് വൈറ്റ് പീപ്പിൾ ഹു ബെറീഡ് ദ ഒറിജിനൽ കൾച്ചർ ഓഫ് ഓസ്ട്രേലിയ. In the last 2 lines of this poem, the poet says that no matter what they said to prove their innocence, the real story of Aboriginal Australia was all about the killings of its people. In this way, Davis not only points out the torturous episodes of the colonial era, but also ironically comments on the colonizers' cruel mindset. ഇതാണ് നമ്മുടെ പോയം. ഇതിൻ്റെ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ അനാലിസിസ് ആണ് നിങ്ങൾ കേട്ടിട്ടുള്ളത്. ഇഫ് യു ഫൈൻഡ് ദിസ് വീഡിയോ ഹെൽപ്ഫുൾ, പ്ലീസ് ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് ഫൈനലി ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.